ഓക്കെ, ഇന്നലെ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്ത് അതേ ബേസിലുള്ള ഒരു സംഭവം ഇവിടെ ഉള്ളത്. ഇലുസ്ട്രേഷൻ നമ്പർ 1. ഇത് കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ ടെക്സ്റ്റാണ്. ഓക്കെ, ഫ്രം ദ ഫോളോയിങ് ട്രയൽ ബാലൻസ് ഒരു ട്രയൽ ബാലൻസ് ഒക്കെ തന്നിട്ടുണ്ട്. സെയിം ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. സോ അതൊക്കെ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം. സ്റ്റോക്ക് 2 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണുള്ള A and B. സോ ഇവിടെ സ്റ്റോക്ക് സെപ്പറേറ്റ്ലി ഗിവൺ ആണ്, പർച്ചേസ് സെപ്പറേറ്റ്ലി ഗിവൺ ആണ്, സെയിൽ സെപ്പറേറ്റ്ലി ഗിവൺ ആണ്, വേജസ് സെപ്പറേറ്റ്ലി ഗിവൺ ആണ്. സി ആൻസറിൽ അതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. വേജ് സെപ്പറേറ്റ്ലി ഗിവൺ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ എഴുതാൻ വരഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. റെൻറ്റ് ടോട്ടലാണ് തന്നത്, സാലറി ടോട്ടൽ, ലൈറ്റിംഗ് ടോട്ടൽ, ഡിസ്കൗണ്ട് അലൗഡ് ടോട്ടൽ, ദെൻ ഡിസ്കൗണ്ട് റിസീവ്ഡ് ടോട്ടലാണ് തന്നത്, അഡ്വർടൈസ്മെൻറ്റ് ടോട്ടൽ, ക്യാരേജ് ഇൻവേർഡ് ടോട്ടൽ. ക്യാരേജ് ഇൻവേർഡ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഫർണിച്ചർ അസറ്റ്, പ്ലാന്റ് ആൻഡ് മെഷീനറി അസറ്റ്, ക്രെഡിറ്റേഴ്സ് ടോട്ടൽ, ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ് ഇസ് ദർ, ക്യാഷ് അറ്റ് ബാങ്ക് ഇസ് ദർ. സോ ടോട്ടൽ ഇസ് ദർ. സോ കുറേ ഐറ്റംസ് ഇവിടെ ടോട്ടൽ മീൻസ് ഹിയർ എന്താ പറയുക, അപ്പോർഷൻ ചെയ്ത് തന്നിട്ടില്ല. നമ്മൾ ഈ ഇന്നലെ ഞാനൊരു ബേസ് കാണിച്ചില്ലേ, ആ ബേസിൽ പോയിട്ട് ഫസ്റ്റ് ഐറ്റം റെൻ്റാണ് അതിലുള്ളത് അല്ലേ, ക്വസ്റ്റ്യനിൽ റെൻ്റ് അല്ലേ ഉള്ളത്. നിങ്ങളിവിടെ നോക്കിയാൽ മതി. ഇന്നലെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ കാണും, ഇവിടെ കാണാം റെൻ്റ്. എന്തിൻ്റെ ബേസിൽ അപ്പോർഷൻ ചെയ്യണം എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിൻ്റെ ബേസിലാണ്? ഏരിയ ക്വസ്റ്റ്യനിൽ ഇല്ലെങ്കിൽ എന്തിൻ്റെ ബേസിൽ അപ്പോർഷൻ ചെയ്യണം? സെയിലിൻ്റെ ബേസിൽ അപ്പോർഷൻ ചെയ്യണം. ക്ലിയർ ആണല്ലോ? അപ്പോർഷൻ ചെയ്യേണ്ട ബേസ് തന്നില്ലെങ്കിൽ സെയിലിൻ്റെ മേലെ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കണം ഏരിയ തന്നിട്ടുണ്ടോ. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യനിൽ അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടായി. അഡ്വർടൈസ്മെൻറ്റ് ഏത് റേഷ്യോയിൽ? സെയിൽസിൻ്റെ റേഷ്യോയിൽ. ദെൻ പിന്നെന്താ ക്വസ്റ്റ്യനിൽ ഉണ്ടായത്? ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്. നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് ആണ് ഇവിടെ ഉണ്ട്. ദ ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് ഇൻ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, അത് തന്നിനോ നോക്കണം. അങ്ങനെ ബേസ് നിങ്ങളെ കയ്യിലുണ്ട്, സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് അനലൈസ് ചെയ്യാൻ. സോ റെൻറ്റ് നമ്മളിപ്പോൾ കണ്ടു. നമുക്ക് വേണ്ടത് ഏരിയയാണ്. ബട്ട് ഇതിൻ്റെ താഴെ കുറേ ഐറ്റംസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിലെന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഒന്നും പറയുന്നില്ലെങ്കിൽ ഏരിയ തന്നില്ലെങ്കിൽ സെയിൽ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സീ. ദി ഫോളോയിങ് ഇൻഫർമേഷൻസ് ആർ പ്രൊവൈഡഡ്. റെൻറ്റ്, ലൈറ്റിംഗ്, ഹീറ്റിംഗ് ആൻഡ് സാലറി ഡിപ്രിസിയേഷൻ. അതായത് റെൻറ്റ്, ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, സാലറീസ് ആൻഡ് ഡിപ്രിസിയേഷൻ. വേർ ഇസ് ഡിപ്രിസിയേഷൻ? ഓക്കെ, ഡിപ്രിസിയേഷൻ പറയാം. ഡിപ്രിസിയേഷൻ ആർ ടു ബി അപ്പോർഷൻഡ് ടു A and B ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1. ഇതൊക്കെ 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് നോക്കേണ്ട കാര്യമില്ല? ഏരിയ നോക്കേണ്ട കാര്യമില്ല. ഏരിയ ഇവിടെ തന്നിട്ടില്ല. ഏരിയൻ്റെ ബേസിലാണ് റെൻറ്റ് അപ്പോർഷൻ ചെയ്യേണ്ടത്. ബട്ട് ഏരിയ ഇവിടെ തന്നില്ല. ഇവിടെ ക്വസ്റ്റ്യനിൽ നേരിട്ട് പറയുന്നുണ്ട് ഏത് റേഷ്യോയിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം? 2:1. ഏത്? റെൻറ്റ്, ലൈറ്റിംഗ്, സാലറി, ഡിപ്രിസിയേഷൻ ഇപ്പുറം തരും, അത് നോക്കിയിട്ട് ചെയ്യും. അപ്പം നോക്കിയേ, ഇതാ ഇവിടെ റെൻറ്റ് 2:1 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. സാലറി 2:1, ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് 2:1. പിന്നെ ആ ഭാഗത്തുള്ളത് ഡിപ്രിസിയേഷനാണ്. അതിൻ്റെ റേറ്റ് നമ്മളിപ്പം നെക്സ്റ്റ് പേജിലുണ്ട്. ഓക്കെ, നെക്സ്റ്റ് റെൻറ്റ് പ്രീപെയ്ഡ് റെൻറ്റ് 370. സോ റെൻറ്റ് ടോട്ടൽ എത്രയാടാ നോക്ക്? 1870. പ്രീപെയ്ഡ് റെൻറ്റ് എന്ന് പറഞ്ഞാൽ ലെസ് ആണോ? അതെ, പ്രീപെയ്ഡ് റെൻറ്റ് എന്ന് പറഞ്ഞാൽ P&L അക്കൗണ്ടിൽ നിന്ന് ലെസ് അല്ലേ ചെയ്യുക. ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ ആഡ്. ഇപ്പം ഇതാണ് നിങ്ങളുടെ P&L അക്കൗണ്ട് എങ്കിൽ നമ്മൾ ഇവിടെ എഴുതും റെൻറ്റ്, എന്നിട്ട് ലെസ് പ്രീപെയ്ഡ്, ഇങ്ങനെയല്ലേ കാണിക്കുക. ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ പ്ലസ് ഔട്ട്സ്റ്റാൻഡിങ്. സോ ഇവിടെ പ്രീപെയ്ഡ് റെൻറ്റാ തന്ന. ടോട്ടൽ റെൻറ്റ് 1320 അല്ലേ. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? പ്രീപെയ്ഡ് റെൻറ്റ് എവിടെ? പ്രീപെയ്ഡ് റെൻറ്റ് 1870 ആണ്. 1870 റെൻറ്റ്. അതിൽ നിന്ന് നമ്മൾ 370 മൈനസ് ചെയ്യുക. റെൻറ്റ് എത്രയായിരിക്കും? 1500. ഇത് വേണം പോർഷൻ ചെയ്ത് കൊടുക്കാൻ. 1500 ഇവിടെ പോർഷൻ ചെയ്ത് കൊടുത്തത്. ഇനി ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ നമ്മൾ പ്രീപെയ്ഡ് ഇവിടെ നമ്മൾ
ലെസ് ചെയ്തു, പകരം ഇവിടെ ആഡ് വരും. എന്നിട്ട് ആ കിട്ടിയ എമൗണ്ട് അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ചെയ്തു നോക്കണേ. ഞാൻ എൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് പറയാം. ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് ഔട്ട്സ്റ്റാൻഡിങ് 180. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് 420 ആണ്. അപ്പോൾ 420 പ്ലസ് 180 എത്രയാണ്? 420 പ്ലസ് 600. ഇത് 600 ഇവിടെ ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് അപ്പോർഷൻ ചെയ്ത് കൊടുത്തത്. ഓക്കെ, ദെൻ ഡിപ്രിസിയേഷൻ ഫേർണിച്ചറിൻ്റെ ഒക്കെ 10% എന്നാണ് പറയുന്നത്. ഫേർണിച്ചറിൻ്റെയും പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെയും. അപ്പോൾ നമ്മൾക്ക് ഇവിടെ വാല്യൂ ഓഫ് ദി അസറ്റ് ഇസ് ഗിവൺ. ഫർണിച്ചർ 600 ആൻഡ് പ്ലാന്റ് 4200. അപ്പോൾ ഇതിൻ്റെ 10%, 600ൻ്റെ 10% എന്ന് പറയുമ്പോൾ 60 ആൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ 10%, 4200ൻ്റെ 10%, 420. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യാം. 480 കിട്ടും. ഏത് റേഷ്യോ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? 2:1. സി, ഡിപ്രിസിയേഷൻ 480 2:1 ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഇനി എന്താ പറയുന്നത്? സ്റ്റോക്ക് അറ്റ്, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് ഗിവൺ. ഡിപ്പാർട്ട്മെൻറ്റ് എ, ഡിപ്പാർട്ട്മെൻറ്റ് ബി, ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതി. ഇനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇവിടെ കാണാം. ഈ ഐറ്റം ആൻഡ് ദിസ് ഐറ്റം. ഇതിനൊന്നും അപ്പോർഷൻ ചെയ്യേണ്ട ബേസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ തന്ന ബേസ് ഇല്ലേ, അത് നോക്കണം. അപ്പോൾ ആദ്യമുള്ളത് ഇവിടെ ഡിസ്കൗണ്ട് അലൗഡ് ആണ്. ഡിസ്കൗണ്ട് അലൗഡ്. അപ്പോൾ നിങ്ങൾ ബേസ് പഠിച്ചു വെക്കണം. ഡിസ്കൗണ്ട് അലൗഡ് നോക്കിയേ, ഡിസ്കൗണ്ട് അലൗഡ് കാണുന്നില്ലേ? ഡിസ്കൗണ്ട് അലൗഡ് ഏതിൻ്റെ ബേസിൽ? സെയിൽസിൻ്റെ റേഷ്യോയിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. സോ ഡിസ്കൗണ്ട് അലൗഡ് ഇസ് 441. സെയിലിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ റേഷ്യോ, ഇത് ഈസ്റ്റു ഇത് ചുരുക്കി കൊണ്ടുവരിക. എന്നിട്ട് ഈ 441 ഈ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. നിങ്ങൾ ആ ടേബിൾ എടുത്ത് നോക്കി, അത് പർച്ചേസിൻ്റെ ബേസിലാണ് അപ്പോർഷൻ ചെയ്യേണ്ടത്. അപ്പോൾ പർച്ചേസ് ഇതാണല്ലോ, ഇതിൻ്റെ റേഷ്യോ എടുക്കുക. എന്നിട്ട് അത് പർച്ചേസിൻ്റെ ബേസിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ അഡ്വർടൈസ്മെൻ്റ് ആണ്. സെയിൽസിൻ്റെ റേഷ്യോ അവിടെ ബേസിൽ തന്നിട്ടുണ്ട് ടേബിളിൽ. സെയിലിൻ്റെ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. കാരേജ് ഇൻവേർഡ് ആണ്. കാരേജ് ഇൻവേർഡ് നോക്കിയാൽ മതി. കാരേജ് ഇൻവേർഡ് ഇവിടെ തന്നിട്ടുണ്ട് ഏത് റേഷ്യോയിൽ? പർച്ചേസിൻ്റെ റേഷ്യോയിൽ. സോ കാരേജ് ഇൻവേർഡ് പർച്ചേസിൻ്റെ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ബാക്കിയൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഡെറ്റർ ഒന്നും P&L അക്കൗണ്ടിൽ വരില്ല എന്നൊക്കെ അറിയാമല്ലോ. അതൊക്കെ ബാലൻസ് ഷീറ്റ്, ഇത് ബാലൻസ് ഷീറ്റ് ഐറ്റം, ഇത് ബാലൻസ് ഷീറ്റ്, ഇത് ബാലൻസ് ഷീറ്റ്, ഇതൊക്കെ ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റമാണ്. ഇതിൻ്റെ എഫക്റ്റ് നമ്മൾ ഇവിടെ കാണിക്കുള്ളൂ. ഓക്കെ, പിന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇപ്പുറത്തും ഡിസ്കൗണ്ട് അലൗഡ് ഇപ്പുറത്തും ആണ്. റിസീവ്ഡ് ഇൻകം ആണ്. സോ ഇപ്പുറം എഴുതാം. എന്നിട്ട് നമ്മൾ ഇതൊക്കെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. ഇനി ഇവിടെ ബാലൻസ് ഷീറ്റും കൂടെ വരഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ നോക്കിക്കോ, ക്യാപിറ്റൽ ഉണ്ട്, ഡ്രോയിങ്സ് ഉണ്ട് അല്ല, ക്യാപിറ്റൽ ഡ്രോയിങ്സ് അതിട്ടാ. ഓക്കെ, ക്യാപിറ്റൽ 9530, drawings 900. See, 9530 ഡ്രോയിങ്സ് മൈനസ് ചെയ്യേണ്ടത്. ഡ്രോയിങ്സ് ഇവിടെ മൈനസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതെന്താ കാണുന്നതെന്ന് വെച്ചാൽ ഇവിടെയുള്ള നെറ്റ് പ്രോഫിറ്റ് ആണ് ആർക്കുള്ളത്? ഡിപ്പാർട്ട്മെൻറ്റ് ബിക്ക്. ആ നെറ്റ് പ്രോഫിറ്റ് ഇവിടെ ആഡ് ചെയ്തു. ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് എക്ക് ലോസ് ആണ്. അപ്പോൾ ആ ലോസ് ഇവിടുന്ന് ലെസ് ചെയ്തു. നമ്മളെപ്പോഴും ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം. ക്യാപിറ്റലിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, അതായത് ട്രയൽ ബാലൻസിൽ തന്ന ബാലൻസ് ഓപ്പണിംഗ്, അതിൽ നിന്ന് ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യണം, നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം, നെറ്റ് ലോസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം. ആ കിട്ടുന്നതായിരിക്കും നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ ബാലൻസ്. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്യാപിറ്റലിൻ്റെ കൂടെ ഡ്രോയിങ്സ് മൈനസ് ചെയ്തു, നെറ്റ് പ്രോഫിറ്റ് ബിക്ക് നെറ്റ് പ്രോഫിറ്റ് ആണ്, നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തു, എക്ക് നെറ്റ് ലോസ് ആണ്, നെറ്റ് ലോസ് ലെസ് ചെയ്തു. ആൻഡ് ഹിയർ കംസ് പ്ലാന്റ് ആൻഡ് മെഷീനറി 4200 എന്ന ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്തു, ഫർണിച്ചറിന് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്തു, ഡെറ്റർ ഇസ് ഗിവൺ, സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഇത്തരം കൊണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ക്ലോസിംഗ് സ്റ്റോക്ക്. ദെൻ ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, പ്രീപെയ്ഡ് റെൻറ്റ്. ഓർമ്മയില്ലേ, റെൻറ്റിൻ്റെ കൂടെ അവിടെ ലെസ് ചെയ്ത് പ്രീപെയ്ഡ് റെൻറ്റ്. അതേപോലെ ഇപ്പുറത്ത് ഔട്ട്സ്റ്റാൻഡിങ് വരും, ലൈറ്റിനിങ്ങിൻ്റെ സൺട്രി ക്രെഡിറ്റേഴ്സ് ടാലി ആവണം. ഓക്കെ, ഇത് നിങ്ങൾ
നോട്ട്ബുക്കിൽ ഒന്ന് ചെയ്യണം. ബിക്കോസ് എസ്സേക്ക് വരാൻ സ്കോപ്പ് ഉള്ളതാണ്. സോ അതുവേ ഇൻ്റർ ട്രാൻസ്ഫർ ഒന്നും എനിക്ക് തോന്നുന്നു ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് മീൻസ് ഡിസ്റ്റൻസിൻ്റെ ഒന്നും എക്സാമിന് അങ്ങനെ ചോദിക്കൂലായിരിക്കും എന്ന് വിചാരിക്കാം. ബട്ട് ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ആ പോർഷൻ ചെയ്ത് കൊടുക്കുമല്ലോ ഉണ്ട്. സോ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സി ദിസ് സൊല്യൂഷൻ്റെ ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്തു കേട്ടോ. ഇത് അതിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ, ആൻഡ് യുവർ കംസ് ബാലൻസ് ഷീറ്റിൻ്റെ ഒരു സൈഡ് ആൻഡ് ഓക്കെ. ഓക്കെ, അടുത്ത് പറയാൻ പോകുന്നത് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫറിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ. ഫോർ എക്സാമ്പിൾ, രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് എ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ബി. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് ഗുഡ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ. ഓക്കെ, മേ ബി ഡിപ്പാർട്ട്മെൻറ്റ് ബിന്ന് എയിലേക്കും അത് ക്വസ്റ്റ്യനിൽ തരുന്ന പോലെ. ഓക്കെ, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയുക. ഓക്കെ, സോ ഒരു ബിസിനസ്സിന് കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഗുഡ്സിൻ്റെ ട്രാൻസ്ഫറിനാണ് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയാം. ഓക്കെ, ഇതിൻ്റെ അക്കൗണ്ട്സിലോട്ട് പോകും മുമ്പ് ഇതിനൊരു എൻട്രി പാസ് ചെയ്യേണ്ടി വരും. എൻട്രി ഈസ് ആരാണോ ഗുഡ്സ് റിസീവ് ചെയ്തത്, റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് ടു സെൻഡിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് എൻട്രി. ഇപ്പോൾ ഇവിടെ എ ബിക്ക് അയച്ചു എന്നല്ലേ പറയുന്നത്. സോ എ ഇസ് ദ സെൻഡിങ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ബി ഇസ് ദ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ എൻട്രി ബി ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ട് ലെറ്റർ ടു എ ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ട് എന്ന് വരും. ഓക്കെ, ഓർമ്മിക്കാൻ വേണ്ടി ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം ആറല്ലേ വരുന്നത്. സോ റിസീവിങ് പിന്നെ 6 കഴിഞ്ഞിട്ടല്ലേ എസ്. സോ അങ്ങനെ ഓർമ്മിച്ചാൽ മതി. ബിക്കോസ് എക്സാമിന് സെൻഡിങ് ആണോ റിസീവിങ് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. സോ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ട് ലെറ്റർ ടു സെൻഡിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതാണ് എൻട്രി. ഇനി ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ 2 രീതിയിലുണ്ട്. 1, ബ്രാഞ്ച് പഠിച്ച ആൾക്കാർക്കാണെങ്കിൽ തിരിഞ്ഞിട്ടുണ്ടാവും. ഗുഡ്സ് ട്രാൻസ്ഫർ ടു സെൻഡ് ടു ബ്രാഞ്ച് കോസ്റ്റ് പ്രൈസിലും ആവാം, ഇൻവോയ്സ് പ്രൈസിലും ആവാം അല്ലേ. സോ ഇതേ ഒരു കോൺസെപ്റ്റ് ഇതിലും വരുന്നുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ടിൽ. സോ ആദ്യം നമുക്കിത് നോക്കാം. കോസ്റ്റ് പ്രൈസ്. ഇതിൽ ഈ കോസ്റ്റ് പ്രൈസ് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ പറഞ്ഞതിൽ 100 രൂപേൻ്റെ കോസ്റ്റുള്ള ഗുഡ്സ് 100 റുപ്പി കോസ്റ്റ് പ്രൈസിന് തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് പ്രൈസിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദാറ്റ് ഇസ് പ്രോഫിറ്റ് എലമെൻറ്റ് ഉണ്ടാവില്ല. പ്രോഫിറ്റിൻ്റെ എലമെൻറ്റ് ഇതിൽ ഉണ്ടാവില്ല. ഓക്കെ, നമ്മളതിനെ സ്റ്റോക്ക് റിസർവ് അല്ലെങ്കിൽ ലോഡ് എന്നൊക്കെ വിളിക്കലില്ലേ ബ്രാഞ്ചിൽ. സോ ഈ ഒരു ഐറ്റം കോസ്റ്റ് പ്രൈസിലാണെങ്കിൽ ഉണ്ടാവില്ല. ഇതിൻ്റെ ഒരു പ്രോബ്ലമാണ് അടുത്ത വരുന്നത്. ഇതിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ല. കോംപ്ലിക്കേഷൻസ് വരെ ഇതിലാണ്. ഇതിലൊരു എക്സ്ട്രാ ഒരു 3 കാൽക്കുലേഷൻസും കൂടെ കൂടും. ബാക്കി എല്ലാ സ്റ്റെപ്സും സെയിം ആസ് അബവ്. സോ ഓക്കെ, ഇതതിൻ്റെ തിയറി പാർട്ടാണ്. ഞാനിപ്പോൾ പറഞ്ഞ സംഭവം തന്നെയാണ് ഈ തിയറിനകത്ത് ഉണ്ടാവുക. സ്ക്രീൻഷോട്ട് എടുക്കേണ്ടിക്ക് എടുത്തു. ഓക്കെ ഓക്കെ സോ ആദ്യം നിങ്ങളൊരു ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട് അവിടെ വരച്ചു വെച്ചോ. ഇതും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓപ്പണിംഗ് സ്റ്റോക്ക് അപ്പം തന്നെ പോയിട്ട് ഇവിടെ എഴുതിയേക്കണം. ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. പർച്ചേസ് ഇസ് ഗിവൺ ഇവിടെ എഴുതാം. ദെൻ സെയിൽ ഇസ് ഗിവൺ, സെയിൽ ഞാനിവിടെ എഴുതി, ഇവിടെ എഴുതി. ദെൻ വേജസും ഇങ്ങനെ അപ്പോർഷൻ ചെയ്തിട്ട് തന്നു. സോ വേജസും ഞാനിവിടെ എഴുതി. സോ ഞാൻ ഇതെഴുതി, ഇതും എഴുതി, ഇതും എഴുതി. ഓക്കെ, നൗ കംസ് റെൻറ്റ് റേറ്റ്സ് ആൻഡ് ടാക്സ് ടോട്ടൽ ഇസ് ഗിവൺ 9390. അപ്പോൾ നമുക്ക് അതിനേക്കാൾ മുന്നേ ഇതൊന്ന് വായിച്ച് നോക്കാം. അതിൽ റെൻറ്റിന് അപ്പോർഷൻ ചെയ്യുന്ന എന്താ തന്നത് നോക്കാം. ഇൻറ്റേർണൽ ട്രാൻസ്ഫർ ഇസ് ദർ. ഇവിടെ നിന്നാണ് മനസ്സിലായത് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ ഉണ്ടെന്ന് അല്ലേ. ഇൻ്റർ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ് എ ടു ഡിപ്പാർട്ട്മെൻറ്റ് ബി 420. ഓക്കെ, ഹിയർ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടില്ല എന്ത് പ്രൈസിലാണ്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ കോസ്റ്റ് പ്രൈസിലും ഇൻവോയ്സ് പ്രൈസിലും ട്രാൻസ്ഫർ ചെയ്യാൻ. ബട്ട് ഹിയർ ഒന്നും പറയാത്ത കേസിൽ നിങ്ങൾ ഏത് പ്രൈസിലാണെന്ന് വിചാരിക്കാം? കോസ്റ്റ് പ്രൈസ്. പ്രോഫിറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ബ്രാഞ്ചിൽ 20% ഓഫ് കോസ്റ്റ് പ്ലസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ഒക്കെ തരും. ബട്ട് ഹിയർ അങ്ങനെ ഒന്നും തരാത്തത് കൊണ്ട് ഇറ്റ് ഈസ് ഇൻ കോസ്റ്റ് പ്രൈസ്. ദെൻ ദി ഐറ്റംസ് റെൻറ്റ്, റേറ്റ്സ്, ടാക്സ്, ഇൻഷുറൻസ്, സൺട്രി എക്സ്പെൻസ്, ലൈറ്റിംഗ്, ഹീറ്റിംഗ്, സാലറി,
carriage inward to be apportioned 2:1, 2/3, 1/3. സോ ഇവിടെ തന്നിട്ടുണ്ട് റെൻറ്റ്, റേറ്റ്, ടാക്സ്, ഇൻഷുറൻസ്, സൺട്രി എക്സ്പെൻസ്, ലൈറ്റിങ്ങും സാലറിയും ക്യാരേജ് ഇൻവേർഡും അപ്പോർഷൻ ചെയ്യേണ്ട സംഭവം ഇവിടെ തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്തൊക്കെ അപ്പോൾ റെഡിയായി? റെൻറ്റ്. സോ ഇവിടെ ഞാൻ ടിക്ക് ചെയ്യാണ്. റെൻറ്റ് ഓക്കെ ആണ്. ഇവിടുന്ന് എത്രയാണ് ടോട്ടൽ അത് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. ടാക്സ് ആൻഡ് ഇൻഷുറൻസ് ഓക്കെ, ഇത് ഒരേ ഐറ്റം ആണ്. സി, റെൻറ്റ്, റേറ്റ്, ടാക്സ് ആൻഡ് ഇൻഷുറൻസ്. സോ ഇത് ഫുൾ സെയിം ആണ്. ഇത് ഇവിടുന്ന് ഇവിടം വരെ ഒരു ഐറ്റം ആണ്. ഓക്കെ. ദെൻ സൺട്രി എക്സ്പെൻസസ്. സോ സൺട്രി എക്സ്പെൻസ് ആ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ദെൻ ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, അതും നമ്മൾ ആ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. സാലറീസ്, ക്യാരേജ് ഇൻവേർഡ്, സാലറി നമ്മൾ ആ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ദെൻ ക്യാരേജ് ഇൻവേർഡ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അതും ആ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. സോ അത്രയും ഭാഗം ഞാൻ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അഡ്വർടൈസ്മെൻറ്റ് ഇസ് ടു ബി അപ്പോർഷൻഡ് ഈക്വലി. അഡ്വർടൈസ്മെൻറ്റ് ഈക്വലായിട്ട് അപ്പോർഷൻ ചെയ്യണം. സോ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് 36.80. സോ അഡ്വർടൈസിങ് എക്സ്പെൻസ് 36.80 ഞാൻ ഈക്വലി ഏക്കും വീക്കും കൊടുത്തു. ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ആ ബേസ് പോയിട്ട് എടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. ദെൻ ഡിസ്കൗണ്ട് അലൗഡ് ആൻഡ് റിസീവ്ഡ് ആർ അപ്പോർഷൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ സെയിൽ ആൻഡ് പർച്ചേസ്. അപ്പം ഡിസ്കൗണ്ട് അലൗഡ് സെയിലിൻ്റെ ബേസിലും ഡിസ്കൗണ്ട് റിസീവ്ഡ് പർച്ചേസിൻ്റെ ബേസിലും. ഓക്കെ. എക്സ്ക്ലൂഡിങ് ട്രാൻസ്ഫർ എടുക്കണ്ട. ഓക്കെ, അതിനെപ്പറ്റി നിങ്ങൾ ബോധേഡ് ആവണ്ട. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മൾ ട്രാൻസ്ഫർ എടുക്കൂല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യാന്ന്. അവിടെ ഡിസ്കൗണ്ട് അലൗഡ് ഇതാ 2220. സോ ഡിസ്കൗണ്ട് അലൗഡിനെ ഏതിൻ്റെ ബേസിൽ നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കും? സെയിലിൻ്റെ റേഷ്യോ. ഇതാണ് സെയിലിൻ്റെ റേഷ്യോ. ആ റേഷ്യോയിൽ നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കും. ഇതാ ഡിസ്കൗണ്ട് അലൗഡിന് ആ റേഷ്യോയിൽ അപ്പോർഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതാ കിട്ടുക. റേഷ്യോയിൽ എടുക്കാൻ അറിയാലോ, ഇന്നലെ നമ്മൾ പഠിച്ചതല്ലേ ഈ റേഷ്യോ. ഓക്കെ, ഈ റേഷ്യോ. ദെൻ അവിടെ ഇത് കൺസിഡർ ചെയ്യണ്ടെന്ന് ആ ക്വസ്റ്റ്യനിൽ പറയുന്നത്. കൺസിഡർ ചെയ്യുകയില്ല നമ്മൾ. ഓക്കെ. പിന്നെ പറയുന്നത് ഡിസ്കൗണ്ട് റിസീവ്ഡ് 650 രൂപ പർച്ചേസിൻ്റെ ബേസിൽ. പർച്ചേസിൻ്റെ റേഷ്യോ ഇസ് ഈ റേഷ്യോ 35,400:30,200. അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് പർച്ചേസിൻ്റെ റേഷ്യോയിൽ അപ്പോർഷൻ ചെയ്തു. സോ ഇതും ടിക്കായി ആൻഡ് ഡിസ്കൗണ്ട് അലൗഡിനും ടിക്കായി. ഓക്കെ. നെക്സ്റ്റ് ഐറ്റം ഇസ് ഡിപ്രിസിയേഷൻ അറ്റ് 10%. ഡിപ്രിസിയേഷൻ 10% പ്ലാന്റ് ആൻഡ് മിഷനറി, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് ആൻഡ് പ്ലാന്റ് ആൻഡ് മിഷനറി 3/4 to A department and 1/4 to B department. Let's see first this one. ഡിപ്രിസിയേഷൻ ഫർണിച്ചറിൻ്റെ 10%. അപ്പോൾ ഫർണിച്ചർ നോക്കുക. ഫർണിച്ചർ ഇസ് 3,000. 3,000 10% 300. സോ 300 നമ്മൾ ഏത് റേഷ്യോയിൽ ഒന്നും പറയുന്നില്ല. ഒരു റേഷ്യോ ഓക്കെ ഇവിടെ പറയുന്നുണ്ടല്ലേ. is to be charged 3/4 and 1/4. So 3:1 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ 2 ഡിപ്രിസിയേഷനും കൂടെ ആഡ് ചെയ്തിട്ടാണ് അത് ഞാൻ പറഞ്ഞുതരാം. സി ഹിയർ ഫർണിച്ചർ ഇസ് എത്ര 300 പ്ലാന്റ് ആൻഡ് മെഷീനറി 2,100. ഇതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ ഇവിടെ 300 വരും, ഇവിടെ 2,100 വരും. സോ ടോട്ടൽ 2,400 വരും. ഈ 2,400 3:1. ഞാൻ വിചാരിച്ചത് രണ്ടും സെപ്പറേറ്റ് ആണ്. ഓക്കെ, 3:1 എന്നുള്ള ആൻഡ് എന്നാണ് 3:1 എന്നുള്ള റേഷ്യോയിൽ കൊടുക്കുക. സി 2,400 3:1 എന്നുള്ള റേഷ്യോയിൽ കൊടുത്തു. സോ ഡിപ്രിസിയേഷൻ്റെ പ്രശ്നവും തീർന്നു. ഇനി ഓക്കെ, ഒരു 1 point ഈസ് ഹിയർ ആൻഡ് ഒരു പോയിന്റ് നമ്മൾ ഇവിടെ ഒരു ഇത് അതവിടെ വെക്കാം. ദെൻ ക്ലോസിങ് സ്റ്റോക്ക് നിങ്ങൾക്കറിയാം, ഇവിടെ എഴുതും ഇല്ലേ. സോ അതും നമുക്ക് അറിയുന്ന പോയിൻ്റാണ്. ദർ ഇസ് നോ എഡീഷൻസ് ടു സെയിൽസ്. ഓക്കെ, എനിവേ ഇതിൽ വേറെ പുതിയ പ്ലാന്റ് ആൻഡ് മെഷീനറി ഒന്നും വാങ്ങിച്ചിട്ടില്ല, ഫർണിച്ചർ വാങ്ങിച്ചിട്ടില്ല എന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, വാങ്ങിക്കണ്ട. നമുക്ക് നോക്കാം. നമ്മൾ 2 പോയിന്റ് ഇവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, ബാക്കിയൊക്കെ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. See here, interdepartmental transfer of goods from A department to B. ആർക്ക് അയച്ചു? A to B. So who is the sending department? A. And receiving department, receiving. Entries, receiving department to sending. So entry ഇങ്ങനെ വരും. B's department account letter to
ഏജ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, അപ്പം നോക്കിയേ ഇവിടെ ഈ ഭാഗത്ത് ബൈ ബി അല്ലേ, എൻട്രിയിൽ എന്താ ഉള്ള ബി ഡിപ്പാർട്ട്മെൻറ്റ് എ അല്ലേ, അപ്പോൾ എൻട്രിയിൽ നമ്മൾ ബൈൻ്റെ ഭാഗത്ത് ഇതല്ലേ എഴുതാം. സോ ഹിയർ ഇറ്റ് ഇസ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ബി. ഇത് ബ്രാക്കറ്റിനകത്ത് എഴുതണം കേട്ടോ. ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഇവിടെ വരെ ഇത് നോക്കണ്ട. ടു ഡിപ്പാർട്ട്മെൻറ്റ് ബി. ഞാൻ പറയുന്നത് ഈ എൻട്രീൻ്റെ പോസ്റ്റിംഗ് ആണ്. എൻട്രി 420 ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഫ്രം എ ടു ബിൻ്റെ എൻട്രി ആണ് ഞാൻ പറയുന്നത്. സോ ഹിയർ ഇറ്റ് ഇസ് 420. ഇതിൻ്റെ പോസ്റ്റിംഗ് ടു ട്രേഡിംഗ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുക ബൈ ബി ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ എഴുതുക. ബ്രാക്കറ്റിൽ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് എന്ന് എഴുതുക. എമൗണ്ട് എൻ്റെ കോളത്തിൽ എഴുതണം. ഓക്കെ, ഹിയർ ബൈ ബി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് എഴുതുക. എമൗണ്ടിൻ്റെ കോളം എൻ്റെ എമൗണ്ടിൻ്റെ കോളത്തിൽ വേണം 420 എഴുതാൻ. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ ഇതിൻ്റെ പോസ്റ്റിംഗ് ടു എ ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഹിയർ ടു എ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ബ്രാക്കറ്റിനകത്ത് എഴുതുക. എമൗണ്ട് എവിടെ എഴുതണം? ഡിപ്പാർട്ട്മെൻറ്റ് ബീൻ്റെ കോളത്തിൽ എഴുതണം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്ന. ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ എൻട്രീൻ്റെ പോസ്റ്റിംഗ് ബൈ ബി ഇവിടെ വരും, എമൗണ്ട് എൻ്റെ കോളത്തിൽ. ഹിയർ ടു എ ഇവിടെ വരും, എമൗണ്ട് ബീൻ്റെ കോളത്തിൽ. ഓക്കെ, നൗ ഒരെണ്ണവും കൂടിയുണ്ട്. സർവീസ് റെൻഡേർഡ് ബൈ ബി ഡിപ്പാർട്ട്മെൻറ്റ് ടു എ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻക്ലൂഡ്സ് ടു വേജസ് 500. ഓക്കെ, അവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇൻ്റർ ട്രാൻസ്ഫർ. ഇപ്പം നമ്മൾ ഗുഡ്സ് അല്ലേ പറഞ്ഞത്, അതേപോലെ ഇവിടെ സർവീസാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത്. അപ്പോൾ ആരാർക്ക് ട്രാൻസ്ഫർ ചെയ്ത് നോക്കിയേ? ബി ടു എ. ഹിയർ ബി ഈസ് ദി സെൻഡിങ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് എ ഈസ് ദി റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ. ബി ടു എ. അപ്പോൾ എൻട്രി എന്ത് വരും? ഏസ് ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ടറ്റർ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് എ അക്കൗണ്ടറ്റർ ടു ഡിപ്പാർട്ട്മെൻറ്റ് ബി, ബിക്കോസ് എ ഇസ് ദ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ്. എമൗണ്ട് ഇസ് 500. ഓക്കെ, ഇനി ഇതിൻ്റെ പോസ്റ്റിംഗ് എങ്ങനെ വരും? ബൈ ഡിപ്പാർട്ട്മെൻറ്റ് എ വരും അല്ലേ. ബൈ ഡിപ്പാർട്ട്മെൻറ്റ് എ ട്രാൻസ്ഫർ ഓഫ് സർവീസ്, അതായത് വേജ് ആണ് തന്നിട്ടുണ്ട്. എമൗണ്ട് എവിടെ എഴുതണം? ബീൻ്റെ കോളത്തിൽ. അതേപോലെ ഇപ്പുറത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ബി ട്രാൻസ്ഫർ ഓഫ് വേജ്, എമൗണ്ട് എവിടെ വരും? ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി ടിക്ക് വന്നിട്ടുണ്ട്. നോക്കിയേ, ഇപ്പോൾ ഇതിനും ടിക്ക്, ബാക്കിയെല്ലാം ടിക്ക് വന്നില്ലേ? നോക്കിയേ, ബാക്കിയെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ബാലൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് വരുമ്പം എമൗണ്ട് എഴുതുന്നു ശ്രദ്ധിക്കുക. അതെന്താ ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് നിങ്ങൾക്ക് ഇപ്പം സംഭവം പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെ എഴുതാം. സോ ദിസ് ഇസ് കോസ്റ്റ് പ്രൈസിലുള്ള ഒരു ഐറ്റം ആണ്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ 2 പ്രോബ്ലം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ നല്ലോണം ഇരുന്ന് നോക്കുക, ചെയ്ത് നോക്കണം. ഓക്കെ, ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാ ഒന്നുകൂടെ ഞാൻ കാണിക്കുവാണ്. ഓക്കെ, ഞാനിത് ഫാസ്റ്റ്ലി ഇപ്പുറം നോക്കി ചെയ്തതാ. ഞാൻ പറഞ്ഞില്ലേ ടോട്ടലിൻ്റെ കോളം ഇപ്പം അപ്പോർഷൻ ചെയ്യാത്തത് ആദ്യം ഏത് കോളം എഴുതി കളയണം? ടോട്ടലിൻ്റെ കോളം എഴുതി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പെൻസിൽ കൊണ്ട് ഇട്ടിട്ട് പിന്നെ പോയിട്ട് അപ്പോർഷൻ ചെയ്യുക കേട്ടോ. അതായിരിക്കും എളുപ്പം. സി ആൻഡ് ഹിയർ ഇതും സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഓക്കെ, ആൻഡ് ഇത് സൊല്യൂഷൻ ചെയ്തു നോക്കണേ. നോക്കി പഠിച്ചാലൊന്നും മനസ്സിലാവുമല്ലോ പ്രോബ്ലം. ഓക്കെ, ഇത് സിമ്പിൾ പ്രോബ്ലം ആണ്, വരാൻ സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് പറഞ്ഞില്ലല്ലോ. ഓക്കെ, ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് നോക്കിയോ. ക്യാപിറ്റലാണ് ആദ്യം നമ്മൾ എഴുതാൻ പോകുന്നത്. ക്യാപിറ്റൽ ഇതാ ഇവിടെ തന്നിട്ടുണ്ട് 47,660 ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇത് മൈനസ് ചെയ്യണം അല്ലേ. 47,660 എവിടെ? ഇതാ 47,660 മൈനസ് ഡ്രോയിങ്സ്. ഇനി ഇവിടെ എന്താ ഉള്ളത്? ഇത് പ്രോഫിറ്റാണ്, ഇത് ലോസ് ആണ്. സോ പ്രോഫിറ്റ് ആഡ് ചെയ്തു, ലോസ് മൈനസ് ചെയ്തു. ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് ഇട്ടാണ്. നിങ്ങളിവിടെ ഞാൻ പറഞ്ഞ പോലെ പ്രോഫിറ്റ്, അതായത് ഇവർ പ്രോഫിറ്റ് അല്ലേ 60, ഇത് ആഡ് ചെയ്യുക, ലെസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്ക് ലോസാണ് വരുന്നത്. ആ ലോസ് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ചെയ്ത ഈ എമൗണ്ട് കിട്ടുക. എനിവേ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. ക്യാപിറ്റൽ ലെസ് ഡ്രോയിങ്സ്, ആഡ് പ്രോഫിറ്റ് ലെസ് ലോസ്. നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുക, നെറ്റ് ലോസ് ലെസ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഈ പാർട്ടായി. പിന്നെ ക്രെഡിറ്റർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പ്ലാന്റിന് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യും, ഫേർണിച്ചറിന് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യും. ദെൻ സ്റ്റോക്ക്, ബാക്കിയെല്ലാം ചെയ്യും. ഡെറ്റർ, ക്യാഷ് ഇൻ ബാങ്ക്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സംഭവങ്ങളൊക്കെ ഇതിൽ എഴുതുക.
ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വേറെ ഐറ്റം ഒന്നുമില്ല. കോസ്റ്റ് പ്രൈസിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വേറെ ഒന്നുമില്ല, ഈ ഒരു സംഭവം മാത്രം നോക്കിയാൽ മതി. ഇവിടെ രണ്ടും തന്നിട്ടുണ്ട്, ഗുഡ്സിൻ്റെ ട്രാൻസ്ഫറും സർവീസിൻ്റെ ട്രാൻസ്ഫർ. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. ഇനി ഒരു വീഡിയോയും കൂടെ ഉണ്ട്, നമ്മൾ സെല്ലിംഗ് പ്രൈസിൽ അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസിൽ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റിൽ ട്രാൻസ്ഫർ വരുമ്പോൾ എന്താ ചെയ്യാം. ഓക്കെ, അതും ചെയ്തു തരാം കേട്ടോ.